ഏതാ കട? ഇതാരാ കട ഉണ്ടാക്കി? ഇതാണ് അവരുടെ കട. എന്ത് സാധനം? ത്രാസ്. ഇത് കണ്ടോ, ഇതാണ് കല്ലിന്റെ ഭാരം. എത്ര കല്ലിടണം? അങ്ങനത്തെ കല്ല ഇത്. അപ്പൊ കല്ലിടാതെ എന്ന് വെച്ച് ഇതോ അപ്പം ഇതിനല്ലേ ഞാൻ വിചാരിച്ചു. അല്ല, പഴയതോ. ഇതിനാ മണി? ഈ കല്ല് കിട്ടും. നമ്മള് എത്ര കിലോ അവിടെ എത്തൂലടി, അവിടെ എത്തൂല. ഇതൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നോക്കിയാലോ, ഇത് പൈസ മണിക്കുട്ടി പൈസ. ഇത് അവിടെ കെട്ടുന്നവരാണ് മാറ്റിയത്. കെട്ടിയിട്ട് വെക്കാം. ചുറ്റുമുണ്ട്. ഇത് കെട്ടിയിട്ട് അവിടെ വെക്കാം. പക്ഷേ താഴെ തോളത്തിട്ടല്ലേ? ഞാൻ ദിവസം തോളത്തിട്ടതാ. ഓക്കെ, ഇതൊക്കെ അത് കെട്ടുന്നത് വെച്ചു. അവിടെ ഇങ്ങനെ വെച്ചു. പൈസ എന്തെങ്കിലും നിൽക്കട്ടെ കേട്ടോ. അയ്യോ, പൈസ അത് പറിക്കണ്ട, അത് മതി. പൈസ ഇത് പോരെ. കല്ല് പറ്റി ഇവിടെ ഇട്ടാലോ? ഇപ്പൊ ഈ കല്ലെന്തിനാ പറ്റുന്നത്? അപ്പൊ ഇത് മര്യാദക്ക് തോന്നും പോരെ. ഇത് അത് ഒരു കപ്പിലാക്കി വെക്ക്. ഈ സാധനങ്ങൾ വേണ്ട ഇടാൻ. കരിയാപ്പില വേണ്ട, ഇവിടുന്ന് കിട്ടി. കരിയാപ്പില വേണ്ട. വേണം. ഒടിച്ചിട്ടില്ലാത്ത എന്നാ കരിയാപ്പില ഈ ഇല വേണം. അത് അതുപോലെ അടർത്തും. ഞാൻ അടുത്ത ദിവസം വലിയതാകട്ടെ അമ്മ ഇറങ്ങി ഒരു പുതിയ ബൈക്കും പുതിയ ഷൂവും പുതിയില്ലേ എല്ലാ ബാഗും പാത്രം എല്ലാം മേടിച്ച് തരാണ്. വാച്ച് എല്ലാം മേടിച്ച് തരാനാണ്. അക്കേക്കും ഉണ്ടാണ് അതുപോലത്തെ ഒരു വലിയത്. അത് അതിൻ്റെ പിടിക്ക് പോയി അക്കയുടെ. അന്നേരം അക്ക ഊരി. ഞാൻ പേടിച്ചു. ഈ സാധനം ഇപ്പൊ തന്നെ തീരുമല്ലോ. ഇങ്ങനെ അച്ഛൻ കൂടെ കരട്ടെ വേണ്ടി വരും. നമ്മളിരിക്കുന്ന എവിടെയാ? നമ്മളിരിക്കണ്ടല്ലോ, കടക്കാരാ. കടയിലുള്ള കട മേടിക്കാൻ വരുന്നവരാരെങ്കിലും ഇരിക്കുമോ? കുറച്ചും കൂടെ ചേട്ടാണല്ലേ. ചേച്ചി വട്ടത്തില് മീൻ അല്ല, എല്ലാം കൂടി ഇങ്ങനെ ഇടാൻ പറ്റില്ല. കൊറേ വട്ടത്തിലെ മീൻ പറിക്കണല്ലോ. അപ്പം ഇങ്ങനെ വെച്ചോ. ഇതൊന്നും ഇവിടെ സൈഡിൽ വെച്ചു. ചെരുപ്പ് അവിടെ സൈഡിൽ ഊരിയൊക്കെ വെച്ചു. ഇതിനകത്ത് എന്തെങ്കിലും ഇടാൻ വേണ്ട രണ്ടിടത്ത്. അയില മത്തി
നാരങ്ങ മുട്ടായി ഉണ്ട്, വലുതായി മുട്ടായി ഉണ്ട് കേട്ടോ. ഇപ്പൊ തരും നമ്മ അച്ഛമ്മ മാറ് ത്രാസ് அப்படி ഉണ്ടല്ലേ? ഓക്കെ അല്ലേ? ഇതൊന്നും ഇല്ലല്ലോ. ഉണ്ട് അല്ലേ? ആ പുളി രണ്ടു മൂന്ന് തണ്ട് ഇറക്കി കിച്ചപ്പാ. ഞാൻ ത്രാസിലവിടെ നിൽക്കോളം നല്ലായിരുന്നു. ഹെൽപ്പറല്ലേ പൊന്നിക്കേക്ക്? ഇതെന്നാ അത് വറ്റ? അതൊരു 1 കിലോ എടുത്തു. അതിനെത്രയാ പൈസ? അതിന് 50. ഇതെന്നാ മുരിങ്ങയല്ലേ? ഇതൊരു കണ്ട് എടുത്തേ. ഇതൊരു കണ്ട് എടുത്ത്. അത്രയും മതിയോ? അത്രയും മതിയോ? എത്രയായി 1 കിലോയ്ക്ക്? എത്രയായി? 50 കിലോ. അച്ഛനും മണിക്കുട്ടിയാട്ടെ. അവർക്ക് അറിയത്തില്ല, അവർക്കൊന്നും അറിയത്തില്ലാത്ത സാധനം വാങ്ങിയാൽ മാത്രം പോരെ. അപ്പം കിലോ ഒക്കെ പറയുമ്പോൾ കിലോ പറയുമ്പോൾ എത്ര കിലോ വേണം? 1 കിലോ. നമുക്ക് രണ്ടുപേർക്കും വരാം. ഞങ്ങൾ രണ്ടുപേരും വരാം. ഓക്കെ ചേച്ചി? അര കിലോ പുളി എടുക്കാം. 1 കിലോ എടുക്കും. വീട്ടിലാരും കഴിക്കില്ല. 1 കിലോ എടുത്തോ. 1 കിലോ 50 ആണ്. 50 രൂപ. 50 പുളിക്ക് 50 ആണ്. ഭയങ്കര വില കൂടുതലാണ്. 50 കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ 20. 50 ആണ് പുളിക്ക്. ഇപ്പം ബാക്കി പൈസ വാങ്ങും. ഇത് കല്ല് ഇച്ചിരി എടുത്തോ ചേച്ചി. 2 എണ്ണത്തിന് എത്രയാ? എത്ര ചേച്ചി? 2 എണ്ണത്തിന് എത്രയാ? 50 അല്ല 2 രൂപ. 2 രൂപ. ബാക്കി പൈസ നല്ല പൈസ. അമ്മക്ക് ഇഷ്ടമല്ലേ ഇത്? മൂന്നെണ്ണേ. എത്ര രൂപയായി നോക്കട്ടെ? 20. ഇത് വാങ്ങിയോ? 20 അപ്പം ഒരാൾ പോരെ? പൈസ ഭയങ്കര പൈസ. എത്ര രൂപയാ? 500. അല്ല 6 രൂപ. ചാള വേണ്ട. 500. ഇതെടുത്താലോ? മണി നമുക്കില്ലേ പാടത്ത് കൃഷി ചെയ്യാൻ പോവാം. അവിടുത്തെ പട്ടിനെ പേടിയുണ്ടോ? ഇല്ല. റോഷിനെ ഇടയ്ക്കിടയ്ക്ക് തരാം. എന്താ കിറ്റുകളെ
ഭക്ഷണത്തിന്റെ മതി പോകണം. നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം. ഇവിടെ ഒരാൾ വാ കിച്ചുമായി കളയാതെ മുഴുവൻ കഴിക്കുന്ന ഒരു സമ്മാനമുണ്ടേ. കറി എടുത്തിട്ടെ എനിക്ക് പറ്റൂല. അമ്മ എന്നോട് പറയാൻ ചോറുണ്ട് കണ്ണം കളിക്കാൻ ചോറിട്ട് കഴിഞ്ഞ് കണ്ണം കളിക്കണേ. വേണ്ട. നീ ഒക്കെ പപ്പടം വേണം. അച്ഛന് പപ്പടം വേണം. അച്ഛന് പപ്പടം പറഞ്ഞൂടെ? മണിക്കുട്ടിക്ക് വേണം പപ്പടം. എനിക്ക് തോന്നുന്ന മണിക്കുട്ടി പ്രൈസ് കൊണ്ടുപോകും എന്ന് തോന്നുന്നുണ്ട്. ഏറ്റവും ആദ്യം എല്ലാം നീറ്റായിട്ട് കഴിക്കുന്ന ആരാണോ ആരാണെന്ന് നോക്കണം. ആരുടെ പാത്രത്തിൽ? അതേ അച്ചുക്കുട്ടിയുടെ പാത്രത്തിൽ വെച്ച പോലെ ഇരിക്കുവാണ്. അതേ ചോറും കറികളും വെച്ച പോലെ ഇരിക്കുവാണ്. അച്ചുക്കുട്ടി മതിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കഴിക്കണം. കഴിച്ചു കഴിഞ്ഞാൽ ദേ മണിക്കുട്ടിയാണ്ട് എഴുന്നേറ്റു. അതെ കണ്ടോ, അതെ ഫസ്റ്റില് കഴിച്ചവർക്കുള്ള പ്രൈസാണ്. ഇലയും കണ്ടോ. മണിക്കുട്ടിക്ക് ഒരു പ്രൈസ് കൊടുക്കാൻ പോവാണ്. ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന മണിക്കുട്ടിയാണ്. ഹായ് 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 അടിപൊളി അടിപൊളി. ആ 2 എണ്ണം. ഇനി അടുത്തത് നോക്കട്ടെ ആരാ സെക്കൻഡ് അടിക്കുന്നത്. അതെന്നാ അച്ചു പിണങ്ങിയല്ലോ. അതെന്നാ അല്ല ഇനി അച്ചുകുഞ്ഞിനെ ഇനി കടയിലെ അമ്മയാക്കുന്നത്, കടയിലെ ചേച്ചിയാക്കുന്നത് ഇനി അച്ചുകുഞ്ഞ. ആ അമ്മ കടയിലെ അമ്മ ആണോ? അനിയത്തിയാണോ? ആ അനിയത്തിയെങ്കിൽ അനിയത്തി. ഫസ്റ്റ് ജയിക്കുന്നവർക്ക് 1 മുട്ടായി, സെക്കൻഡ് ജയിക്കുന്നവർക്ക് 2 മുട്ടായി, തേർഡ് ജയിക്കുന്നവർക്ക് 3 മുട്ടായി. നോക്കട്ടെ എങ്ങനെയാ നോക്കട്ടെ. മണിക്കുട്ടിക്ക് ഒരു അനുകമ്പ കേട്ടോ. അച്ചു കുറച്ച് ചോറ് കഴിച്ചു, അതുകൊണ്ട് 1 മുട്ടായി കൊടുക്കാവുന്ന. അതിന് കൊടുക്കാം, പിന്നെ കൊടുക്കാം. പിന്നെ കൊച്ചു കൊണ്ട് കൊടുക്കുന്ന കുറച്ച് ചോറ് കഴിച്ചുകൊണ്ട് മണിക്കുട്ടിക്ക്. അയ്യോ മണിക്കുട്ടി അവിടെ മണിക്കുട്ടി ഞങ്ങളുടെ കളത്തിൽ മണിക്കുട്ടി ഞങ്ങളുടെ അലമ്പാ കേട്ടോ. അയ്യോ അതിനാ മണിക്കുട്ടിക്ക് തന്നെ അല്ല മണിക്കുട്ടി സോറ അച്ചു അലമ്പാണ്. മണിക്കുട്ടി ശ്രമിച്ച് നോക്കുക, ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് അച്ചുവിനെ. പക്ഷെ കുറച്ച് ചോറ് കഴിച്ചല്ലേ അച്ചു വാങ്ങ്. ആ ആടെ പൊന്നിച്ചേച്ചി കഴിച്ചു. പൊന്നിച്ചേച്ചി ആടെ പ്രൈസ് മേടിക്കുന്നത്. കൈ കഴുകിയിട്ട് ആണ്ടെ പൊന്നിച്ചേച്ചി ആണ്ട് എഴുന്നേറ്റ് വരുന്നത് കൈ കഴുകാൻ. കണ്ടോ പൊന്നിച്ചേച്ചിക്ക് സെക്കൻഡ് കിട്ടിയിരിക്കുന്നു. ഇനി തേർഡിന് വേണ്ടിയുള്ള കളിയാണ്. ഇത് ആരാണെന്നുള്ളത്, കിച്ചു ആണോ അതോ അച്ചു ആണോ ഇല്ലയോ എന്നുള്ളത്. ഞങ്ങളുടെ ഇവിടുത്തെ മത്സരത്തിനൊരു പ്രത്യേകതയുണ്ട്. ആദ്യം കഴിക്കുന്നവർക്ക് 1 രണ്ടാമത് കഴിക്കുന്നവർക്ക് അങ്ങനെയാണ് ഞങ്ങളുടെ പ്രൈസ് പുറകോട്ട പോകുന്നത് കേട്ടോ. ഇപ്പം ആണ്ട രണ്ടാമത് അതാണ്ട് ആവണിക്കുഞ്ഞ് പ്രൈസ് മേടിച്ചിരിക്കുന്നു. ഇനി അടുത്തത് 2 പേര് തമ്മിലുള്ള വലിയാണ് നടക്കുന്നത്. ആരാണെന്ന് അറിയത്തില്ല. ദച്ചു പ്രൈസ് കൊണ്ട് പോകും തോന്നുന്നു. ഫിനിഷിംഗ് പോയിന്റിലോട്ട് എത്തിയിരിക്കുന്നു. ഇപ്പൊ തന്നെ ഫിനിഷിംഗ് പോയിന്റിൽ തീർച്ചയായിട്ടും ഫിനിഷിംഗ് ദച്ചു ഫിനിഷ് ചെയ്തിരിക്കുന്നു. അടുത്ത ഞങ്ങളുടെ കിച്ചു ആണ് ശ്രമത്തിൽ. കിച്ചു എല്ലാവരിലും ഒരു ഇച്ചിരി ചിന്താഗതി കൂടിയ ആളാണ്. കാരണം ഞങ്ങളുടെ പ്രൈസ് എല്ലാം പുറകിന്നായതുകൊണ്ട് 4 എണ്ണം കിട്ടാൻ വേണ്ടി അവൻ ലാസ്റ്റ് മൊമെന്റിൽ എഴുതുന്നത്. പക്ഷേ വേറെതുണ്ട്, ഞങ്ങൾ പ്രൈസ് കൊടുക്കണമെങ്കിൽ വേറൊരു ഡിമാൻഡ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇലയ്ക്കകത്ത് ഒരു സാധനം പോലും കാണരുത്. ഇലയ്ക്കകത്ത് ഒരു സാധനം പോലും ചോറ് വേണ്ട ഫിനിഷ് ചെയ്യിക്കുന്നു. ഇനിയിപ്പം കിച്ചു ഞങ്ങളുടെ പ്രൈസ് മേടിക്കാനുള്ള ദച്ചു വന്നിരിക്കുന്നു. പ്രൈസ് മേടിക്കാൻ വന്നിരിക്കുന്നു. ദച്ചു പ്രൈസ് മേടിക്കുന്നു.
ഇനി അടുത്തത് കിച്ചു ആണ്ട ഫിനിഷ് ചെയ്ത് പറഞ്ഞ പ്രകാരം 3 മുട്ടായി. ആ 3 മുട്ടായി. ഇനി കിച്ചു ആണ്ട കിച്ചുവും ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ചെയ്ത് കൈ തോരൻ പുള്ളിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് പുള്ളി കഴിച്ചില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മിടുക്കനായിരിക്കുകയാണ് ഞങ്ങളുടെ കിച്ചു. ഇപ്പം തന്നെ പ്രൈസും മേടിച്ച് ഇനി അവർ ഉച്ച കഴിഞ്ഞുള്ള കഞ്ഞിങ്കറിയും കളിക്ക് പോകാനുള്ള പരിപാടിയിലാണ്. കാരണം കിച്ചു പ്രൈസ് മേടിക്കാൻ വേണ്ടി വരുവാണ്. 4 മുട്ടായിക്ക് വേണ്ടി കിച്ചു 4 മുട്ടായിക്ക് വേണ്ടി കണ്ടോ. 4 മിഠായി കൊണ്ട് നേടെ തീർന്നു. എങ്ങനെയില്ല സോപ്പിട്ട് പറഞ്ഞ അച്ചുകുട്ടിക്ക് കൊടുക്കണേ. അച്ചുകുട്ടിക്ക് കൊടുക്കണം കേട്ടോ. അവള് ഇടഞ്ഞ് നിൽക്കുവാണെങ്കിലും ഒരെണ്ണം അവൾക്ക് കൊടുക്കണം കേട്ടോ.